ഷഹബാസ് ഷരീഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടമുണ്ട്. അവർ ഒരു തരത്തിൽ സൈനികന് വീരമൃത്യു. പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കണം, ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തുന്നതിന് മുൻപുണ്ടായ പാകിസ്ഥാന്റെ ആക്രമണത്തിലാണ് ഉദ്ധംപൂർ വ്യോമത്താവളത്തിലെ ജവാൻ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് ഉദ്ധംപൂർ വ്യോമത്താവളത്തിലെ ജവാൻ വീരമൃത്യു വരിച്ചത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പറയൂ അർജുൻ. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം ഉദ്ധംപൂരിലേക്ക് ഉണ്ടായത്. അതായത് ഉദ്ധംപൂർ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഉന്നം വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട എയർഫോഴ്സ് ബേസുകളിലൊന്നാണ്, വ്യോമ ബേസുകളിലൊന്നാണ്. അവിടെ കാവൽ നിന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയത്. അവിടെ ഒരു ഡ്രോൺ വന്ന് താഴെ പതിച്ചു. ആ ഡ്രോണിൻ്റെ ഒരു ഭാഗം, ഒരു ഷ്രാപ്നൽ ഈ സൈനികൻ്റെ ശരീരത്തിൽ തറച്ചു കയറിയിരുന്നു. പിന്നീട് സാരമായി തന്നെ പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ചികിത്സ ഇരിക്കെയാണ് ഈ ജവാൻ വീരമൃത്യു വരിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത്. ഈ വിവരം ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെടിനിർത്തൽ കരാർ ധാരണയ്ക്ക് വന്നതിന് ശേഷമുണ്ടായ പ്രകോപനത്തിൽ ഉണ്ടായ ഒരു മരണമല്ല, മറിച്ച് ധാരണ ഉണ്ടാകുന്നതിന് മുൻപ് പാകിസ്ഥാൻ വലിയ തോതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വെടിനിർത്തൽ ധാരണയിൽ എത്തുന്നതിന് മുൻപാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. പാക് ഡ്രോൺ ആക്രമണത്തിലാണ് ഈ ജവാന വീരമൃത്യു വരിക്കേണ്ടി വന്നത്. നമുക്കറിയാം, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം പല നിരീക്ഷണങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം നോക്കുകയാണെങ്കിൽ പഞ്ചാബിലെ പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിലെ പാകിസ്ഥാനിലെ അതിർത്തിയിലെയും സ്ഥിതി ശാന്തമാണെന്ന് പറയുന്നു. ഇന്നലെ 1 മണിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, ജയ്സാൽമേർ എന്നിവിടങ്ങളിലൊക്കെ ജാഗ്രത തുടരുന്നുമുണ്ട്.